പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ബോർഡ് ഭേദഗതി നിയമം തുടങ്ങിയ വിവാദപരമായ പല നിയമങ്ങൾക്കും ശേഷം നരേന്ദ്രമോദി ആൻഡ് കമ്പനി അവതരിപ്പിക്കുന്ന പുതിയ നാടകമാണ് ഡീലിമിറ്റേഷൻ എന്ന പദ്ധതി. എല്ലാം രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിയമങ്ങൾ തന്നെയാണ്. പൗരത്വ ഭേദഗതി നിയമവും വഖഫ് ബോർഡ് ഭേദഗതി നിയമവും മുസ്ലിം എന്ന് പറയുന്ന ഒരു പ്രത്യേക സമുദായത്തെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. എങ്കിൽ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന പുതിയ പദ്ധതി ഇത് തെക്കേ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉന്നം വെച്ചുകൊണ്ട് കൊണ്ടുവരുന്നതാണ്. തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന മുതലായ സംസ്ഥാനങ്ങളെ ഉത്തരേന്ത്യക്കാരുടെ ചൊൽപ്പടിക്ക് നിർത്താനും തെക്കേ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രബലമായ ഒരു പാതിയെ തീരെ അപ്രസക്തമാക്കാനുമുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നതിനാണ് ഇപ്പോൾ ധൃതി പിടിച്ച് ഈ ഡീലിമിറ്റേഷൻ എന്ന പദ്ധതി ഇവർ ആരംഭിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ തികച്ചും രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് ഉള്ളത്. പഠിച്ച പണി 18 നോക്കിയിട്ടും തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിചാരിച്ചതുപോലെ കടന്നുകയറ്റം നടത്തുവാൻ BJPക്കും സംഘപരിവാറിനും സാധിക്കാത്ത സാഹചര്യത്തിലാണ് അവസാനമായി മറ്റൊരു അടവുമായിട്ട് ഇവർ രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്. അതത്രേ ഡീലിമിറ്റേഷൻ. എന്താണ് ഡീലിമിറ്റേഷൻ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്? ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മൊത്തം ലോകസഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയം എന്നതാണ് അർത്ഥം. ഇത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കുന്നതെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പ്രതികൂലമായിട്ട് ബാധിക്കാൻ പോകുന്നത് തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ ഫലമായി ഉത്തരേന്ത്യയിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ ദക്ഷിണേന്ത്യയിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഗണ്യമായിട്ട് കുറയുകയാണ് ചെയ്യുക. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ലോക്സഭാ മണ്ഡലങ്ങൾ ഒരു നിലക്കും കുറയുകയില്ല എന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ലോക്സഭാ മണ്ഡലങ്ങൾ കുറയുകയില്ല എന്നത് അംഗീകരിച്ചു കൊടുത്താൽ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ലോക്സഭാ മണ്ഡലങ്ങൾ ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുക. കാരണം അത്രമാത്രമുള്ളൊരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ജനസംഖ്യ വർധനവ് എല്ലാ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേ സമയത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനസംഖ്യ വർധനവ് ഗണ്യമായി കുറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ദക്ഷിണേന്ത്യയുടെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ കുറവുകൾ വരികയില്ല എന്ന് നമ്മൾ സമാധാനിച്ചാൽ തന്നെ ഇതിൻ്റെ ഇരട്ടിയോളം അല്ലെങ്കിൽ അതിലും ഇരട്ടിയോളം ലോകസഭാ മണ്ഡലങ്ങളുടെ വർധനവാണ് അങ്ങ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അനധിവിദൂര ഭാവിയിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ പരിപൂർണമായ നിയന്ത്രണം ഹിന്ദി ബെൽറ്റ് അഥവാ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമായി ഒതുങ്ങും എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ ഭാവിയിൽ ഒരു ലോകസഭാ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് സംഭവിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ പരിണിത ഫലം? അതായത് തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ ആരെയൊക്കെ തന്നെ വിജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് അയച്ചാലും ഇന്ത്യൻ പാർലമെൻറ്റ് ആര് ഭരിക്കണം, ഭരണചക്രം ആര് തിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായിരിക്കും. ഇവിടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് യാതൊരുവിധ വേഷങ്ങളും ഉണ്ടായിരിക്കുകയില്ല എന്ന കാര്യം ഉറപ്പാണ്.
ഇന്ത്യ രാജ്യത്ത് കുടുംബാസൂത്രണ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ ജനസംഖ്യാ വർധനവിനെ നിയന്ത്രിച്ചു കൊണ്ടുവരിക എന്നത് 1970കളിൽ നമ്മുടെ സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമായിരുന്നു. അതനുസരിച്ച് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിൽക്കാല വർഷങ്ങളിൽ തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക മുതലായ സംസ്ഥാനങ്ങളിൽ ശക്തവും വ്യക്തവുമായ കുടുംബാസൂത്രണ പദ്ധതികളും ബോധവൽക്കരണ പരിപാടികളും നടത്തിക്കൊണ്ട് ഈ സംസ്ഥാനങ്ങളിലെ കുടുംബങ്ങളെ, ജനങ്ങളെ ഉത്ഭുതരാക്കുകയും അതിലൂടെ ക്രമേണയാണെങ്കിലും കുടുംബാസൂത്രണ പദ്ധതിയുടെ പന്താവിലേക്ക് ആളുകളെ ആകർഷിക്കാൻ സാധിക്കുകയുണ്ടായി. അപ്രകാരം വർഷങ്ങളുടെ പ്രയത്ന ഫലമായിട്ട് ഈ തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനസംഖ്യാ വർധനവിനെ കുറച്ച് കൊണ്ടുവരാൻ, ജനസംഖ്യാ വർധനവിൻ്റെ തോതിനെ കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ജനസംഖ്യാ നിയന്ത്രണത്തിനെ എതിർക്കുന്ന മതമൗലികവാദികൾ പോലും ഈ ഒരു സംവിധാനത്തിനോട് സഹകരിക്കുകയാണ് ഈ സംസ്ഥാനങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ സംസ്ഥാനങ്ങളിൽ ഇന്ന് കാണുന്ന വിധം ജനസംഖ്യാ നിയന്ത്രണം വന്നിട്ടുള്ളതും ഉള്ള ജനങ്ങൾക്ക് വിദ്യാഭ്യാസവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും പകർന്നു കൊടുക്കുവാൻ നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് സാധിച്ചിട്ടുള്ളതും. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങളെ അപ്പടി പാലിച്ചു അനുസരിച്ച് പോന്നു എന്ന ഒരൊറ്റ കാരണത്താൽ നമുക്കിന്ന് ലഭിക്കുന്നത് പാരിതോഷികങ്ങളല്ല, മറിച്ച് ശിക്ഷയാണ് ലഭിക്കുന്നത്. അഥവാ പകരം വീട്ടലാണ്, പ്രതികാരമാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് ഈ അവസ്ഥ മുതലാക്കിക്കൊണ്ട് ഈ ഡീം ലിമിറ്റേഷൻ എന്ന പദ്ധതി ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി ഈ NDA ഗവൺമെൻറ് മുന്നോട്ട് വരുന്നത്. ഇതിലെ അപകടാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ഇതിനെതിരെ ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഭാവിയിൽ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നും ഈ ജനാധിപത്യ വിരുദ്ധമായ കരിനിയമത്തെ എങ്ങനെ ചെറുക്കണമെന്നും ഈ മന്ത്രിമാരുടെ കൂട്ടായ്മയിൽ ഒരു തീരുമാനത്തിൽ എത്തുകയുണ്ടായിട്ടുണ്ട്.